ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. കുറേ ദിവസമായി ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ ഒറ്റയ്ക്കല്ലായിരുന്നു. അപ്പോൾ ഇന്ന് 1-2 ആഴ്ചത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ മുകളിലെ റൂമിൽ ഫാൻ ഇല്ലാത്തതിനെ കൊണ്ട് ഇവിടെ ആരും കിടത്തല്ല കേട്ടോ. എല്ലാവരും താഴെയാണ് കിടന്നിരുന്നത്, മുകളിൽ ഉപയോഗിച്ചില്ല. പിന്നെ ബാക്കി 2 റൂം, ഒരു ഹാളും ഒരു റൂമും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ മുകളിലേക്ക് അങ്ങനെ ആരും വന്നിട്ടില്ല. അതാണ് ആ റൂമിൻ്റെ കോലം അങ്ങനെ ആയത്. സാധാരണ എല്ലാ വീട്ടിലും പോലെ തന്നെ തിരുമ്പി ആറിടാനും പഴയ സാധനങ്ങൾ ഇടാനാണ് ഇപ്പം മുകളിൽ ഉപയോഗിക്കുന്നത്. മഴക്കാലമാണല്ലോ ഇപ്പോൾ. അപ്പോൾ നനഞ്ഞ തിരുമ്പിയത് ആറിടാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉണങ്ങിയത് കൊണ്ടിടാൻ വേണ്ടിയിട്ട് ഈ ബെഡുള്ള റൂമും ഉപയോഗിക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവിടെ കിടക്കാതെ പറ്റില്ല. അപ്പം എനിക്കത് ഇങ്ങനെ വൃത്തിയാക്കാതെ കിടക്കാനും തോന്നില്ല, അങ്ങനെ ചണ്ടിയിൽ പോയി കിടക്കാനും തോന്നില്ല. ഫാന് കേട് വന്നിട്ട് ഏകദേശം ഒരു മാസമൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ടേ. അപ്പം അനിയൻ പറഞ്ഞ് ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ക്യാൻറ്റീനിൽ പോയിട്ട് സാധനം എടുക്കാം, ഫാൻ 1-2 ഫാൻ വേണം. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, സോപ്പ് പൊടി, അങ്ങനെ അല്ലറ ചില്ലറ പേസ്റ്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടാവുമല്ലോ. അതൊക്കെ നമുക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് എടുക്കാമെന്നും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്തത്. ഞാൻ വന്ന് അടുത്ത ദിവസം തന്നെ പോയിട്ടോ, കുറേ ദിവസം വെയിറ്റ് ചെയ്തില്ല. അന്ന് പിന്നെ ഹാളിൽ കിടന്ന്. പിന്നെ അതുമല്ല, അമ്മമ്മേനെയും കൊണ്ട് അനിയനും അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു ഞാൻ വന്നന്ന്. അപ്പോൾ അന്ന് എന്തായാലും ക്യാൻറ്റീനിൽ പോകാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ വന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ക്ലീനിങ് ഒക്കെ ഇങ്ങനെ തുടങ്ങിയതാണ്. അടുത്ത ദിവസം തന്നെ വാങ്ങി. പിന്നെ ഫാനില്ലാതെ കിടക്കാൻ പറ്റില്ല. നമ്മളെ കരുന്തിരുത്തി എന്ന് പറഞ്ഞ സ്ഥലം കുറച്ച് എന്താ പറയുക, വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലമാണ്. ഞങ്ങളെ വീട് നിൽക്കുന്നത് ഒരു പാടമായിരുന്നു. അപ്പോൾ പാടത്ത് മണ്ണിട്ട് നല്ല തൂർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു ഏരിയയുടെ. അപ്പം അതിൻ്റെ ചെറിയൊരു ഭാഗത്ത്, ബാക്ക് ഭാഗത്ത് ചെറിയൊരു സൈഡിൽ കുറച്ച് വെള്ളക്കെട്ടുണ്ട്. പിന്നെ ആ ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ ബാക്കിലൊരു കുളമുണ്ട്. അച്ഛൻ്റെ അനിയൻ്റെ വീട് തൊട്ട ബാക്ക് തന്നെ. അപ്പോൾ അവിടെ ഒരു കുളമുണ്ട്. ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നതാണ് അച്ഛൻ്റെ അനിയൻ്റെ വീട്. ആ വീടിൻ്റെ ബാക്കിൽ വലിയൊരു കുളമുണ്ട്. അപ്പോൾ പിന്നെ ആ കുളം നിറഞ്ഞൊഴുകി ഞങ്ങളെ ഈ പാടത്ത് കൂടെയൊക്കെ ആയിരുന്നു, നമ്മൾ വീട് നിൽക്കുന്ന സ്ഥലത്ത് കൂടെയൊക്കെ ആയിരുന്നു നിറഞ്ഞൊഴുകിയിരുന്നത്. അപ്പോൾ എങ്ങനെയായാലും വെള്ളമുള്ളൊരു ഏരിയ ആണ്. ഇപ്പം അതിലൊക്കെ കെട്ടി ആ കുളത്തു നിന്നുള്ള വെള്ളത്തിൻ്റെ വരവൊക്കെ സ്റ്റോപ്പാക്കിയിട്ടുണ്ട്. പിന്നെ ആ കുളത്തു നിന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഡ്രൈനേജൊക്കെ കൊടുത്ത്, ഡ്രൈനേജിനുള്ള വഴിയൊക്കെ കൊടുത്ത് ഡ്രൈനേജൊക്കെ ഉണ്ടാക്കിയിട്ട് ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ കൊതുക് കടി കാരണമാണ് കിടക്കാൻ പറ്റാത്തത്. മഴയാണെങ്കിലും ഫാനില്ലെങ്കിലും കിടക്കാം, പക്ഷേ കൊതുക് കടി കാരണം കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഫാനൊക്കെ സെറ്റാക്കി. ഇവിടെ ക്ലീനിങ്, ഈ കൊട്ട നിറയെ അനിയൻ്റെ പഴയ ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ ഞാനും രണ്ടാളും ഡ്രസ്സിൻ്റെ ക്രേസുള്ള ആളുകളാണ്. കുറച്ച് ഡ്രസ്സ് ഭ്രാന്തന്മാരാണ് രണ്ടാളും. അത് ഒരു കൊട്ടയിൽ നിന്ന് എടുത്തിട്ട് ഞാനിതാ ഈ ബാഗിലാക്കി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇനി അവൻ വന്നിട്ടേ ഉള്ളൂ ഏതാ വേണ്ടത് വേണ്ടാത്തതെന്ന് അറിയാൻ പറ്റാം. അതിലും വേണോ വേണ്ടേ, ഇനി പുറത്തേക്ക്, അതായത് വീട്ടിൽ ഇങ്ങനെ ഇടുന്നുണ്ടോയെന്നൊന്നും അറിയില്ലല്ലോ. ജനവാതിൽ നന്നാക്കി തുടയ്ക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ജസ്റ്റ് ചൂലുകൊണ്ടൊക്കെ ഒന്ന് തട്ടി, മാറാലൊക്കെ ഒന്ന് പോക്കി, പൊടി ഒന്ന് തട്ടി കൊട്ടി നന്നാക്കി ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് ഇപ്പോൾ പുതിയ ഉണ്ടാക്കിയിട്ടുള്ള ഹാളാണ്. പഴയ സാധനങ്ങളും ആ റൂമിലുണ്ടായിരുന്ന പഴയ സാധനങ്ങളും പിന്നെ താഴെ ഉണ്ടായിരുന്ന കുറേ അങ്ങനെ അലമ്പ് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടതാണ്. അലമ്പ് സാധനം നിങ്ങൾ പറയാനുള്ളത്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറേ മെമ്മറി ഉള്ള സാധനങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അവൻ കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന പുസ്തകങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ കുറേ വേസ്റ്റുകളുണ്ട് കേട്ടോ. ഈ ബുക്കുകളും സംഭവങ്ങളൊന്നും ഞങ്ങൾ കളയാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ BEdന് പഠിച്ച സമയത്ത് ഉണ്ടായിരുന്ന ചാർട്ടുകൾ, പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴുള്ള നമ്മളെ നോട്ട് ബുക്കുകൾ, കളക്ഷനുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നല്ല മെമ്മറി അല്ലേ. അപ്പോൾ അതൊക്കെയാണുള്ളത്. പിന്നെ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ ഡയറി എഴുതിക്കുമല്ലോ കുട്ടികളെ കൊണ്ട്, അതൊക്കെയാണുള്ളത്. അപ്പോൾ അതൊന്നും കളയാനോ കത്തിക്കാനോ തോന്നാത്തത് കൊണ്ട് അങ്ങനെ എടുത്തു വെച്ചിരിക്കുക. എന്തിനാണ് എടുത്തു വെച്ചാൽ ചോദിച്ചാൽ അറിയൂല. അമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ പറയും, എന്തിനാ അതിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ചോദിക്കും. പക്ഷേ രണ്ടാളും കളയാൻ സമ്മതിക്കാത്തതിനെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഓനവിടെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഒരു ധൈര്യം, അത് കത്തിക്കൂല എന്നുള്ളത്. പിന്നെ അതേപോലെ BEdന് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ചാർട്ടുകൾ കുറേ ഉണ്ട്. പിന്നെ റെക്കോർഡ്സും കാര്യങ്ങളും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ബുക്കുകളൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെയാണുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ കടലാസുകൾ, വേസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേണ്ടേന്നൊക്കെ നോക്കിയിട്ട് കത്തിക്കുകയാണ് ചെയ്തത്. ഈ ചാർട്ടൊക്കെ കാണുമ്പോൾ രാത്രി ഉറക്കളച്ചിരുന്ന് എത്ര കഷ്ടപ്പെട്ട് എഴുതിയാൽ നമ്മൾ. പിന്നെ നമ്മൾ ഹരിതസേനയ്ക്ക് കൊടുക്കാൻ പറ്റിയ കുറേ വേസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊരു കവറിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ക്ലീനാക്കി വെച്ച് പോവാൻ എനിക്ക് പേടി കേട്ടോ. കാരണം അവിടെ അമ്മക്കും ആങ്ങളക്കും വേണ്ട കുറേ സാധനങ്ങളുണ്ടാവും. അത് വേണോ വേണ്ടേന്ന് എനിക്കറിയില്ല. എൻ്റെ കണ്ണിൽ വേണ്ടാത്ത വേസ്റ്റുകളായിരിക്കാം, പക്ഷെ ഓർക്ക് രണ്ടാൾക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആവാം, അറിയില്ല. രണ്ടാളെ കൊണ്ട് ഈ വേസ്റ്റുള്ള സാധനങ്ങളൊക്കെ വേണോ വേണ്ടേ എന്നൊക്കെ തരം തിരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോയി കത്തിച്ചത്. പ്ലാസ്റ്റിക്കുകളൊന്നും എടുത്തിട്ടില്ല. ഇതേപോലെ കുറേ
എന്താ പറയുക കടലാസുകളും പേപ്പർ കഷ്ണങ്ങളും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കത്തിച്ചു. അല്ലെങ്കിൽ എന്താ ഞാൻ എവിടെയാണുള്ളത് വെച്ചാൽ ഗോളിയറിലാണെങ്കിൽ ഗോളിയർക്ക് വിളിച്ച് ചോദിക്കും ആ സാധനം ഈ അടിച്ച് വരുമ്പോൾ കിട്ടിയിരുന്നോ, അല്ലെങ്കിൽ അത് കത്തിച്ചോ എന്ന് ചോദിച്ചാൽ കലാപം ഉണ്ടാക്കും അമ്മയും മോനും കൂടെ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒക്കെ ചെയ്തു കൊടുക്കും, ഒക്കെ വൃത്തിയായി കൊടുക്കും. പക്ഷേ ഇത് വേണോ വേണ്ടതെന്നൊക്കെ എല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ടേ ഉള്ളൂ ഞാൻ ഉപേക്ഷിക്കുക. അങ്ങനെ തന്നെ ഇല്ലല്ലോ എല്ലാ വീട്ടിലും ഉണ്ടാവുക. കാരണം എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഞാൻ വരുന്നുള്ളൂ. ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളല്ലല്ലോ. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ നിൽക്കാൻ വന്നിട്ടിപ്പോൾ 2 വർഷത്തിലും 3 വർഷത്തിലും മേലെയായി ഞാൻ ഇതേപോലെ നിന്നിട്ട്. നാട്ടിൽ വരുന്ന സമയത്ത് ഏട്ടൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ 1-2 ദിവസം എൻ്റെ വീട്ടിൽ പോയി നിൽക്കും. അപ്പോൾ ഇതേപോലത്തെ പരിപാടികളൊന്നും നടക്കില്ല. ജസ്റ്റ് പോയി നിന്ന് അവിടെ നിന്ന് പോരുകയേ ചെയ്യുള്ളൂ. സംസാരത്തിൻ്റെ ഇടയിൽ എൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും താഴെ അമ്മയും അനിയനും അമ്മമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തുടക്കൽ പിന്നെ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.